ഹായ്, ഇന്ന് കേരളം മൊത്തം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് കേരളത്തിലെ സിസേറിയൻ സെക്ഷൻ റേറ്റ് കൂടുന്നതിന് കാരണം ഗൈനക്കോളജിസ്റ്റുകളാണെന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണയായിട്ട് സിസേറിയൻ ചെയ്യുന്നത് രണ്ട് രീതിയിൽ, ഒന്ന് എലക്റ്റീവ് സിസേറിയനും ഒന്ന് എമർജൻസി സിസേറിയനും. എലക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു 39 വീക്സ് ആകുമ്പോൾ എല്ലാം ഡേറ്റൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിസേറിയനാണ് എലക്റ്റീവ് സിസേറിയൻ. എമർജൻസി സിസേറിയൻ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് എമർജൻസി സിസേറിയൻ സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഡിക്കേഷൻ എടുക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കേണ്ട ഒരു വിഷയമാണിത്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് 3 ഫാക്ടേഴ്സാണ്: ഫീറ്റൽ ഫാക്ടേഴ്സ്, മെറ്റേണൽ ഫാക്ടേഴ്സ്, പ്ലാസെൻ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ മെറ്റേണൽ ഫാക്ടർ, അതായത് അമ്മയുടെ കാര്യം കൊണ്ട് സിസേറിയൻ ചെയ്യണമെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹൈ BP, ഒരു 34 വീക്സ് ഉള്ള ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് BP ഭയങ്കര ഷൂട്ട് ചെയ്തു, അതിൻ്റെ കുറേ മാനിഫെസ്റ്റേഷൻസ് ബ്ലഡിലുണ്ട്, ലിവറിലെ ടെസ്റ്റുകളിലൊക്കെ കുറച്ച് അബ്നോർമാലിറ്റി ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ബേബിയെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 34-35 വീക്സിൽ നമുക്കറിയാം യൂട്രസ് ഓപ്പൺ ആവാൻ സമയമായിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നത് ത്രൂ സിസേറിയൻ സെക്ഷൻ വഴിയല്ലേ, വേറെ വഴികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ BP ഷൂട്ട് ചെയ്യാനും ആ ഒരു അമ്മയുടെ പല അവയവങ്ങൾക്ക് കേട് സംഭവിക്കാനും ലിവർ ഫെയിലർ, റീനൽ ഫെയിലർ, ഈവൻ മെറ്റേണൽ ഡെത്ത് ഉണ്ടാകുവാനും കാരണമാണ്. അപ്പോൾ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ആ ഒരു സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഫീറ്റൽ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ കുട്ടി മഷിയിട്ടു. അപ്പോൾ യൂഷ്വലി മഷി ഇട്ട് കഴിഞ്ഞാൽ ഈ മഷി കലർന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞ് വിഴുങ്ങുവാനും, അത് മെക്കോണിയം സ്റ്റെയിൻഡ് ആയിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കഴിക്കുമ്പോൾ മെക്കോണിയം ആസ്പിരേഷൻ സിൻഡ്രോം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു പ്രസവം നടക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ഒരു സിസേറിയൻ തന്നെയല്ലേ പോകാൻ വഴിയുള്ളൂ. ഒരു മൂന്നാമത്തെ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ പ്ലാസെൻ്റൽ ഫാക്ടർ. പ്ലാസെൻ്റൽ ഫാക്ടർ സാധാരണയായിട്ട് ഒരു പ്ലാസെൻ്റ പ്രീവിയ, അതായത് പ്ലാസെൻ്റയുടെ പൊസിഷൻ താഴെയാണ്, അല്ലെങ്കിൽ അബ്രപ്ഷൻ, അതായത് മറുപിള്ള ഡെലിവറിക്ക് മുമ്പേ വിട്ടുപോകുന്നൊരവസ്ഥ. ഈ ഒരു അവസരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുവാനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ മരണം തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ രക്ഷിക്കുവാനും അതോടൊപ്പം അമ്മയെ രക്ഷിക്കുവാനും സാധിക്കില്ലേ? ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന പല അമ്മമാരും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടത് ഇങ്ങനെയുള്ള പല പ്രൊസീജിയറും കൊണ്ടാണ് അല്ലേ. അപ്പം ഒരു സിസേറിയൻ ചെയ്യുന്നതിന് അതിന് തക്കതായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഒരു എലക്റ്റീവ് സിസേറിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണ എലക്റ്റീവ് സിസേറിയൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻഡിക്കേഷൻ പ്രീവിയസ് സിസേറിയനാണ്. അതായത് ആദ്യത്തെ പ്രസവം ഒരു സിസേറിയൻ ആയതുകൊണ്ട് രണ്ടാമത്തതും സിസേറിയൻ ചെയ്യുന്നു. എന്നാൽ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ടൊലാക്ക് അല്ലെങ്കിൽ VBAC എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വഴി നമ്മൾ ശരിക്കും മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു ചാൻസ് ഉണ്ട്. പല ഹോസ്പിറ്റലുകളിലും അത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സിസേറിയൻ ഡെലിവറി കുറയ്ക്കാനും വജൈനൽ ഡെലിവറി കൂട്ടാനും വേണ്ടിയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു സക്സസ് ചാൻസ് എന്ന് പറയുന്നത് ഒരു 75-80% ആണ്. ബാക്കിയുള്ളവർ സിസേറിയൻ തന്നെ വേണ്ടി വന്നേക്കാം. പിന്നെയുള്ളൊരു എലക്റ്റീവ് സിസേറിയൻ്റെ ഒരു ഇൻഡിക്കേഷൻ കോൺട്രാക്റ്റഡ് പെൽവിസ് ആണ്. പെൽവിസിൻ്റെ ഘടനയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വജൈനൽ ഡെലിവറി സാധ്യമല്ല. ആ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ എടുക്കണമെങ്കിൽ സിസേറിയൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി ഒരു ബ്രോഡായിട്ടുള്ള കാരണങ്ങൾ. പല കാരണങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഡിസ്കസ് ചെയ്യാൻ മണിക്കൂറുകൾ തന്നെ സമയമെടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് യൂഷ്വലി ഒരു ഗൈനക്കോളജിസ്റ്റ് സിസേറിയൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു സിസേറിയൻ ചെയ്യുന്നതിനുള്ള ഒരു ഇൻസിഡൻസ് കൂടുന്നതിൻ്റെ ഒരു റീസൺ അത് പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും റിലേറ്റീവ്സും തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെയധികം മാറിയിട്ടുണ്ട്. പലതരത്തിലുള്ള മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ വരുന്നുണ്ട്. പെൽവിസിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. കാരണം എക്സസൈസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ജനറേഷന് ഇല്ല. അപ്പോൾ ഒരു 30 വർഷം മുമ്പുള്ളൊരു ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ സിസേറിയൻ ഡെലിവറിയുടെ ചാൻസ് കൂടുതലാണ്. കാരണം പെൽവിസ് ഫ്ലെക്സിബിലിറ്റി ഇല്ല, ഇടുപ്പിളിലൂടെ കുഞ്ഞ് ഇറങ്ങി വരുന്നില്ല, സ്റ്റക്കായി പോകുന്നു. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും സിസേറിയൻ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ സിസേറിയൻ സെക്ഷൻ റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഡോക്ടറിനോടൊപ്പം മെഡിക്കൽ ടീമിനോടൊപ്പം പേഷ്യൻറ്റും റിലേറ്റീവ്സും സമൂഹവും ഒക്കെ ഒന്ന് ഒത്തൊരുമിച്ചാലേ ഉള്ളൂ ഒരു സിസേറിയൻ റേറ്റ് കുറയ്ക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള നിങ്ങളുടെ ഒരു പരിശ്രമം ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.